ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ 7 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ജൂലൈ 7 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കിടക രാശി കാലപുരുഷൻ്റെ സുഖസ്ഥാനമാണ്. അപ്പോൾ അവിടേക്കാണ് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശി മാറുന്നത്. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രൻ. ആ ചന്ദ്രൻ ജലതത്വത്തിൻ്റെ ഗ്രഹമാണ്. അപ്പം ശരീരത്തിലെ ജലാംശത്തെ നമുക്ക് ഈ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഈ ശരീരത്തിലെ ഈ ശുക്രനെ കൊണ്ട് ശരീരത്തിലെ സമൻ, അതുപോലെ ഈ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ്, ഇവയൊക്കെ നമ്മൾ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ ശുക്രനും ഒരു ജലതത്വത്തിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. അപ്പം ശുക്രൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. ചന്ദ്രനാണെങ്കിൽ മാതൃകാരകനാണ്. അപ്പോൾ ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ്, കണക്ഷൻസ് ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലെ സ്ഥിതി കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ കുടുംബത്തിൽ സുഖം, സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കാണാം. അപ്പോൾ ഈ ശുക്രൻ്റെയും അതുപോലെ ചന്ദ്രൻ്റെയും ഭാവാധിപത്യം, സ്ഥിതി, ഇവയൊക്കെ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് ഈ ഗുണാനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും നോക്കാം. അതായത് ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനുമാണ്, 10-ാം ഭാവാധിപനുമാണ്. അപ്പോൾ ആ ശുക്രൻ ജൂലൈ 7 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പം ജൂലൈ 30 വരെ ആ ശുക്രൻ 12-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതുപോലെ ബുധനാണെങ്കിൽ ജൂലൈ 18 വരെ 12-ാം ഭാവരാശിയിലുണ്ട്. കുജനും ജൂലൈ 11 വരെ ആ 12-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ജൂലൈ 18 വരെ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ഇപ്പോൾ 18 വരെ പ്രത്യേകിച്ച് ധനച്ചെലവ്, സുഖച്ചെലവ് ഇവയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ധനനഷ്ടത്തിനും സാധ്യതയുള്ള സമയമാണ് 18 വരെ. 19 കഴിയുമ്പോൾ ധനാഗമമൊക്കെ കൂടുന്നതിനും സാധ്യതയുണ്ട്. സമ്പാദ്യ വർധനവിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. അതേസമയം ധനാഗമമൊക്കെ കൂടും എങ്കിൽ തന്നെയും ജൂലൈ 16 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ 12-ൽ ആണ് വരുന്നത്. അപ്പം ധനച്ചെലവിൽ ഒരു കെയർ വേണം. ആത്മീയ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ ത്യാഗമനോഭാവമൊക്കെ ഉണ്ടാകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. തൊഴിലിലൊക്കെ ഒരു ഒറ്റപ്പെടൽ എന്ന ഒരു തോന്നൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ ഒരു സുഖക്കുറവ്, ഊർജ്ജസ്വലതയില്ലായ്മ, ശരീരക്ലേശങ്ങൾക്ക്, അതുപോലെ ഉറക്കക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപൻ ജൂലൈ 16 മുതൽ 12-ാം ഭാവരാശിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ശരീരക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ജൂലൈ 16 കഴിയുമ്പോൾ സൂര്യൻ ഈ 12-ാം ഭാവരാശിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വിദേശ യാത്രയ്ക്കോ ദൂരയാത്രയ്ക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കർമ്മഭാവാധിപനും കൂടിയാണ് ശുക്രൻ. അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ ഈ ഇവിടെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്
അതുപോലെ തന്നെ ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്കും അതുപോലെ ഒക്കെ ഇപ്പം ചിലപ്പോൾ ദൂര സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതേസമയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ തൊഴിൽ സുഖമൊക്കെ കുറയും. ഈ സൂര്യനും കൂടെ ആ 12ാം ഭാവരാശിയിൽ വരുന്ന സമയം കൂടെ ആയതുകൊണ്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് അതിനു വേണ്ടുന്ന ഈ ധനച്ചെലവ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നിരോധിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അത്തരം സാധനങ്ങളൊക്കെ വ്യാപാരം ചെയ്യുന്നവർ, അതുപോലെ ഈ സ്മഗ്ലേഴ്സ്, അവരൊക്കെ തന്നെ ഈ സമയത്ത് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. വളരെ ശ്രദ്ധ അവരുടെ ഭാഗത്തുണ്ടാകണം. അതുപോലെ ഔദ്യോഗിക തലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ രഹസ്യബന്ധങ്ങൾ ഉള്ളവർ, അവരും വളരെ ശ്രദ്ധിക്കണം. ചതിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹണി ട്രാപ്പ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ന്യായവാദമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നടത്താൻ സാധ്യതയുണ്ട്. അവയിലും ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്ക് ആത്മീയ ചിന്ത ഈ സമയത്ത് കൂടും. അതുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ, അതുപോലെ യോഗ, ധ്യാനം, അതുപോലെ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ ധനച്ചെലവിന് സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ സ്വന്തം ദുഷ്പ്രവൃത്തികൾ വഴി ബന്ധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും പേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ്. ആരോഗ്യത്തിലും ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി-ലഗ്നക്കാർക്കും, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാർക്കും കന്നി-ലഗ്നക്കാർക്കും 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 7-ന് 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 30 വരെ ആ ശുക്രൻ 11ാം ഭാവരാശിയിലുണ്ട്. അതുപോലെ ജന്മരാശാധിപനാണെങ്കിൽ ബുധനാണ്. ആ ബുധൻ 18 വരെ 11ാം ഭാവരാശിയിലുണ്ട്. കുജൻ്റെ ദൃഷ്ടി, അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ ആ 11ാം ഭാവരാശിയിൽ ജൂലൈ 11 വരെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുക. പല സോഴ്സുകളിൽ നിന്ന് ഈ കൂറുകാർക്ക് ധനാഗമം ഉണ്ടാകും. പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റങ്ങൾ, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ മാറ്റം വരും. 19 മുതൽ തൊഴിലിൽ മാറ്റങ്ങൾക്കോ അതുപോലെ ട്രാൻസ്ഫറിനോ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഈ പണമൊക്കെ പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവർ, ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, അതുപോലെ കുടുംബ ബിസിനസ്സുകാർ, അവർക്കൊക്കെ പൊതുവെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കാരണം 2ാം ഭാവാധിപൻ 11ലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഒക്കെ തന്നെ അവർക്കൊക്കെ സ്കോളർഷിപ്പിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ സർക്കാർ സഹായങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണമൊക്കെ നടത്തുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കലാകാരന്മാർ, പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ, ഫിലിം പ്രവർത്തകർ, അതുപോലെ ഇവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂല സമയമായിരിക്കും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഇവരുമായിട്ട് നല്ലൊരു ബന്ധം, അവർ വഴിയൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതേസമയം നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ തന്നെ ഭാഗ്യാനുഭവമൊക്കെ ഈ സമയത്തുണ്ടാകും. ജീവിത പങ്കാളിക്കും ഒരു ഭാഗ്യാനുഭവം ഈ സമയത്ത് കാണുന്നു. വ്യക്തിബന്ധം, ദാമ്പത്യബന്ധം, അതുപോലെ പ്രൊഫഷണൽ തലത്തിലേക്ക് ബന്ധം പൊതുവെ ഈ സമയത്ത് ഇമ്പ്രൂവ് ചെയ്യും എന്ന് തന്നെ പറയാം. അതേസമയം സ്ത്രീകളുമായിട്ടുള്ള ചങ്ങാത്തത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പിൽ
ഒക്കെ തന്നെ അതുവഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. പൊതുവെ ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കന്നിക്കൂറുകാർക്ക് ഭാഗ്യനേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഗുരുവും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ഗുരു ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുള്ള സമയമായതുകൊണ്ട് ചിലർ, പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോള് അതുപോലെ ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവർ ഒരു കെയർ ഈ സമയത്ത് വേണം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും, അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് എന്ത് ഗുണാനുഭവം ഉണ്ടാകും എന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമാണ് ശുക്രൻ. ആ ശുക്രൻ 10ാം ഭാവരാശിയിലേക്കാണ് ജൂലൈ 7 രാശി മാറുന്നത്. ജൂലൈ 30 വരെ ആ 10ാം ഭാവരാശിയിൽ ശുക്രൻ ഉണ്ടാകും. അവിടെയാണെങ്കിൽ ഭാഗ്യഭാവാധിപനായും അതുപോലെ 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ആ 10ാം ഭാവരാശിയിൽ ജൂലൈ 18 വരെ സ്ഥിതിയുണ്ട്. അതുപോലെ ജൂലൈ 11 വരെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ആ 10ാം ഭാവരാശിയിലുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 16 മുതൽ സൂര്യനും ആ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ ഒരു മാറ്റത്തിന് സാധ്യതയുള്ള സമയമാണ്. 16 കഴിയുമ്പോൾ തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്വം അഥവാ തൊഴിലിൽ ഒരു സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ശുക്രന് അഷ്ടമഭാവാധിപത്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം, അതുപോലെ തൊഴിലിടത്തൊരു വർക്ക് പ്രഷറിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷന് എന്തെങ്കിലുമൊക്കെ ദോഷം വരുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ ചിലർക്ക് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിനും സാധ്യതയുള്ള സമയമാണ് 16 കഴിയുമ്പോൾ. അതേസമയം തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. എങ്കിലും ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. 16 സൂര്യൻ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ ആനുകൂല്യത്തിനൊക്കെ വന്ന കാലതാമസം, ആനുകൂല്യം കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ ആ ജൂലൈ 16 കഴിയുമ്പോൾ അത്തരത്തിലുള്ള ആ കാലതാമസമൊക്കെ മാറും. അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സ്പേസ് റിസർച്ചിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ശാസ്ത്രജ്ഞർ, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ പോലീസിലോ CBIയിലോ NIA അതുപോലെ IB പോലെയുള്ള ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ, അതുപോലെ ഇൻഷുറൻസ് ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ബാങ്കിങ് അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഓഡിറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ്റെ രാശിമാറ്റം വളരെ നേട്ടമുണ്ടാക്കും. മാത്രമല്ല മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ കീഴെയൊക്കെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുക. അതൊക്കെ ചിലപ്പോൾ ഒരു മനോവിഷമമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ അഭാവത്തിൽ കുറച്ചു സമയത്തേക്കെങ്കിലും ഉയർന്ന ഒരു ജോലി നിർവഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ അതുപോലെ ഈ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ശുക്രൻ, ബുധൻ ഒക്കെ തന്നെ ഈ 4 സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് അത് ഗുണം ചെയ്യും. ഇപ്പം കുടുംബത്തിലൊക്കെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണമുണ്ടാക്കും നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 9ാം ഭാവരാശിയിലേക്കാണ് ജൂലൈ 7 രാശി മാറുന്നത്. ജൂലൈ 30 വരെ ആ ശുക്രൻ അവിടെ 9ാം ഭാവരാശിയിൽ ഉണ്ട്. അതുപോലെ തന്നെ
ജൂലൈ 18 വരെ ബുധൻ 9-ാം ഭാവരാശിയിലുണ്ട്. അതുപോലെ ജൂലൈ 11 വരെ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ ഉണ്ട്. അപ്പോൾ പൊതുവെ 7-ാം ഭാവാധിപൻ ശുക്രൻ 9-ൽ വരിക എന്ന് പറയുമ്പോൾ അത് ഈ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വസ്തയും ആയിട്ടുള്ള ഭാഗ്യവതി ആയിട്ടുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. 16 കഴിയുമ്പോൾ തൊഴിലിലൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന തൊഴിലിന് അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ പ്രത്യേകിച്ച് ആ 16 മുതൽ അനുകൂല സമയമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്കും അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷകർക്ക് 16 മുതൽ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ധർമ്മചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. 9-ാം ഭാവത്തിലേക്കാണ് ആ ശുക്രൻ വരുന്നത്. അവിടെ ബുധൻ്റെയൊക്കെ സ്ഥിതിയുണ്ട്. ആ 9-ലേക്ക് സൂര്യൻ്റെയൊക്കെ രാശിമാറ്റവും 16-ന് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു ധർമ്മചിന്ത കൂടും. അതുപോലെ അത് ധർമ്മചിന്ത കൂടുക മാത്രമല്ല, ഭൗതിക സുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വിവിധ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ ആത്മീയ ചിന്ത കൂടുന്ന സമയമാണ്. മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമൊക്കെ കൂടും. ഈശ്വര കടാക്ഷമൊക്കെ കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകും. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഈ തീർത്ഥാടനം, അതുപോലെ മറ്റ് ദൂരസ്ഥലത്തൊക്കെ ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ശുക്രൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. പിതാവിനും അതുപോലെ ജാതകനുമൊക്കെ തന്നെ പ്രത്യേകിച്ച് വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നതിനോ അല്ലെങ്കിൽ വിദേശത്ത് വസ്തുവകൾ വാങ്ങുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ പൊതുവെ ഒരു ദീനതയായ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ ആകൃഷ്ടരാകാനും അത്തരം പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നൽകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ന്യായവും സത്യവുമായ മാർഗങ്ങളിലൂടെ ധനാർജനം നടത്തുന്ന സമയം എന്ന് തന്നെ പറയാം. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ മറ്റ് പലവിധ സുഖഭോഗ വസ്തുക്കൾ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകും. അവരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്തുണ്ടാകും. പൊതുവെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണുന്ന സമയമായിട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റ സമയത്തെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.